വിശുദ്ധ ലൂക്കാ അറിയിച്ച സുവിശേഷം 22-ാം അധ്യായം 18 മുതൽ 20 വരെയുള്ള തിരുവചനങ്ങൾ. ഞാൻ നിങ്ങളോട് പറയുന്നു, ഇപ്പോൾ മുതൽ ദൈവരാജ്യം വരുന്നതുവരെ മുന്തിരിയുടെ ഫലത്തിൽ നിന്ന് ഞാൻ പാനം ചെയ്യുകയില്ല. പിന്നെ അവൻ അപ്പമെടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് മുറിച്ച് അവർക്ക് കൊടുത്തുകൊണ്ട് അരുളി ചെയ്തു, ഇത് നിങ്ങൾക്ക് വേണ്ടി നൽകപ്പെടുന്ന എന്റെ ശരീരമാണ്. എന്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. അപ്രകാരം തന്നെ അത്താഴത്തിനു ശേഷം അവൻ പാനപാത്രം എടുത്തുകൊണ്ട് അരുളി ചെയ്തു, ഈ പാനപാത്രം നിങ്ങൾക്ക് വേണ്ടി ചിന്തപ്പെടുന്ന എന്റെ രക്തത്തിലുള്ള പുതിയ ഉടമ്പടിയാണ്. ഓർമ്മിക്കുക, വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാൻ ഒരു വ്യക്തിയെ യോഗ്യനാക്കുന്ന തികഞ്ഞ സ്നേഹം, ഉറച്ച വിശ്വാസം, പൂർണ്ണ ഹൃദയം, വിനീത മനസ്സ്, നിഷ്കളങ്കമായ പ്രാർത്ഥനാ മനോഭാവം, അഗാധമായ മനസ്താപം എന്നിവ എന്നിലുണ്ടോ? ഞാൻ മറ്റുള്ളവരെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നുണ്ടോ? അവരെ പിതാവിങ്കിലേക്ക് നയിക്കണമെന്ന ലക്ഷ്യം എന്നിലുണ്ടോ? ദൈവസ്നേഹം എപ്പോഴും അനുഭവിക്കുവാനും ആസ്വദിക്കുവാനും എനിക്ക് കഴിയുന്നുണ്ടോ? ദൈവസ്നേഹം അനുഭവിക്കാത്തതിന്റെ ഫലമായി ഉണ്ടാകുന്ന ദുരവസ്ഥകൾ എന്നിലുണ്ടോ? ഈശോയുടെ തിരുശരീര രക്തങ്ങളിലുള്ള എന്റെ വിശ്വാസത്തിന് എത്രമാത്രം ആഴവും ഉറപ്പുമുണ്ട്? എന്റെ വിശ്വാസം ദൃഢപ്പെടുത്തുവാനും അടുത്ത തലമുറയിലേക്ക് പകർന്നു കൊടുക്കുവാനും എനിക്ക് എത്രമാത്രം ഉത്സാഹമുണ്ട്? എന്റെ ഹൃദയത്തിന്റെ അവസ്ഥ എന്ത്? ഹൃദയത്തിന് സംസാരിക്കാമെങ്കിൽ എന്റെ ഹൃദയം എന്നോട് എന്തൊക്കെയാവും പറയുക? ഞാൻ അതിനെ ദൈവത്തോളം വളർത്താത്തതിന് എന്നെ കുറ്റപ്പെടുത്തുമോ? എന്റെ ഹൃദയത്തെ ഞാൻ അൾത്താരയായി സംരക്ഷിക്കുന്നുണ്ടോ? എന്റെ മനസ്സ് പ്രകാശപൂരിതമോ? എന്നിൽ നിന്നും പുറപ്പെടുന്ന ഊർജം എപ്രകാരമുള്ളതാണ്? പിതാവിന്റെ ഹിതം അന്വേഷിക്കുന്നവനാണോ? മർത്തായെപ്പോലെ ലോകകാര്യങ്ങളിൽ മുഴുകിയതാണോ? എന്നിങ്ങനെയുള്ളവ വിശുദ്ധ കുർബാനയ്ക്ക് മുൻപ് പരിശോധിക്കേണ്ടതുണ്ട്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിയേക ദൈവമേ, നിങ്ങളുടെ സ്നേഹസമ്മാനമായ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുവാൻ എന്നെ യോഗ്യനാക്കുന്ന തികഞ്ഞ സ്നേഹവും ഉറച്ച വിശ്വാസവും പൂർണ്ണ ഹൃദയവും വിനീത മനസ്സും നിഷ്കളങ്കമായ പ്രാർത്ഥനയും അഗാധമായ മനസ്താപവും എന്നിൽ സൃഷ്ടിക്കണമേ. എന്റെ ജീവിതത്തിൽ ഞാൻ കാണുന്നതും കേൾക്കുന്നതും അനുഭവിക്കുന്നതുമെല്ലാം ഹൃദയമാകുന്ന അൾത്താരയിൽ അങ്ങേക്ക് സമർപ്പിക്കുവാൻ എന്നെ സഹായിക്കണമേ. എന്റെ പ്രാർത്ഥന വെറും അധര വ്യായാമമാകാതെ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവാൻ എന്നെ പഠിപ്പിക്കണമേ. ആമേൻ. നമ്മുടെ ദൈനംദിന ജീവിതത്തിലും വിശുദ്ധ കുർബാനയിലും ആത്മപരിശോധന നടത്തി നമ്മുടെ കുറവുകൾ കണ്ടെത്തി വിശുദ്ധി വരുത്തി മുന്നേറുവാനും അതുവഴി വിശുദ്ധരായി തീരുവാൻ വേണ്ട കൃപ നമ്മിൽ നിറയുവാൻ ഇടയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ക്രൂശിതനേ, എന്നിൽ വന്നു വാഴണമേ. ഓ സ്നേഹനിധി, എൻ്റെ ഉള്ളിൽ വാഴണമേ. യോഗ്യമല്ലെൻ്റെ ഹൃദയമെന്നാലും അലിവു തോന്നണമേ. പാപിയാമെന്നിൽ ഓ ക്രൂശിതനേ, എന്നിൽ വന്നു വാഴണമേ. ഓ സ്നേഹനിധി, എൻ്റെ ഉള്ളിൽ വാഴണമേ. യോഗ്യമല്ലെൻ്റെ ഹൃദയമെന്നാലും അലിവു തോന്നണമേ. പാപിയാമെന്നിൽ ദിവ്യകാരുണ്യമേ, നിന്റെ ഈശോനാഥനേ, നിന്റെ ദിവ്യ സ്പർശനം
ദിവ്യസ്പർശനം കാത്തിരിപ്പൂ ഞാൻ. സ്നേഹം രൂപമായ ദിവ്യകാരുണ്യം മർത്യനായി ദൈവമേകും ദിവ്യമാം മന്ന. ദൈവസ്നേഹം രൂപമായ ദിവ്യകാരുണ്യം മർത്യനായി ദൈവമേകും ദിവ്യമാം മന്ന. ജീവനിൽ അലിയുമീ ദൈവസ്നേഹാഗ്നി ജീവനിൽ പടരണം ദിവ്യജ്വാലയാ. ദിവ്യകാരുണ്യമേ നിന്റെ ഈശോനാഥനേ, നിന്റെ ദിവ്യസ്പർശനം കാത്തിരിപ്പൂ ഞാൻ. ദിവ്യകാരുണ്യമേ നിന്റെ ഈശോനാഥനേ, നിന്റെ ദിവ്യസ്പർശനം കാത്തിരിപ്പൂ ഞാൻ. ജീവിതത്തിനുറവിടമാണീ കൂദാശ, ജീവിതത്തിൻ ഉന്നതിയാണീ കൂദാശ. ജീവിതത്തിനുറവിടമാണീ കൂദാശ, ജീവിതത്തിൻ ഉന്നതിയാണീ കൂദാശ. ജീവനായ മാർഗമായ ദിവ്യകൂദാശ, ജീവിതത്തിനർത്ഥമാണീ കൂദാശ. ഓ ക്രൂശിതനേ, എന്നിൽ വന്നു വാഴണമേ. ഓ സ്നേഹനിധി, എൻ്റെ ഉള്ളിൽ വാഴണമേ. യോഗ്യമല്ലെൻ്റെ ഹൃദയമെന്നാലും അലിവു തോന്നണമേ. പാപിയാമെന്നെ